ഐസ് സ്കേറ്റിങ്ങിന് പോയാലോ ഗൈസ്? അതെ ഗൈസ്, അങ്ങനെ ഒരു UK ലൈഫിൻ്റെ വേറെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഐസ് സ്കേറ്റിംഗ് ആണ് പോകാൻ പോകുന്നത്. നമ്മുടെ സിറ്റി സെൻ്ററിൻ്റെ അടുത്ത് തന്നെയായിട്ട് നമുക്കൊരു ഐസ് സ്കേറ്റിങ്ങിൻ്റെ അരീന വരുന്നുണ്ട്. നമ്മൾ അവിടേക്ക് പോകണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നാളായി. പക്ഷേ നമ്മുടെ ക്ലാസ്സും അതുപോലെ തന്നെ നമ്മുടെ വർക്കും കാരണം നമുക്ക് പോകാൻ പറ്റിയിരുന്നില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ക്രിസ്മസ് വെക്കേഷനും കൂടി ആയതുകൊണ്ട് തന്നെ നമ്മളിന്ന് ഐസ് സ്കേറ്റിങ്ങിന് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ 3 പേര് കൂടിയാണ് ഇറങ്ങിയിട്ടുള്ളത്. ഞാനും റിബിനും അതുപോലെ തന്നെ സഞ്ജയും കൂടിയാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ പതുക്കെ നടന്ന് നമ്മുടെ മ്യൂസിയത്തിൻ്റെ അടുത്ത് എത്തി. ഇതാണ് മ്യൂസിയത്തിൻ്റെ ഏരിയ വരുന്നത്. മ്യൂസിയത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് ഇനി നമ്മുടെ ഐസ് സ്കേറ്റിങ്ങിൻ്റെ ഏരിയയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പതുക്കെ നമ്മുടെ ഐസ് സ്കേറ്റിങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറി, ഐസ് സ്കേറ്റിങ്ങിൻ്റെ ഏരിയയുടെ ഉള്ളിലേക്ക് കയറി. നമുക്ക് ഇവിടെ ഇനി ചെന്നുമ്പോൾ അത്യാവശ്യം ലൈൻ ഉണ്ടായിരുന്നു, അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കയറാനായിട്ട്. അപ്പോൾ നമ്മൾ പതുക്കെ പോയി നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിൽ കയറി. ഇതാണ് നമ്മുടെ ഏരിയനെ വരുന്നത്. ടോട്ടൽ ഒരു 10 പൗണ്ടിനടുത്താണ്, 10.80 പൗണ്ടിനടുത്താണ് നമുക്ക് വരുന്നത് ഈ ഒരു അരീന യൂസ് ചെയ്യാനായിട്ട്. അത് അവേർലി ലിമിറ്റ് ഒന്നുമില്ല, നമുക്ക് അത്യാവശ്യം വേണ്ടത്ര നേരം നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെയാണ് നമ്മുടെ ഒരു ഇത് വരുന്നത്. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറി, നമ്മളങ്ങനെ ഷൂ ഒക്കെ ഹയർ ചെയ്ത് നമ്മൾ ഇറങ്ങി സ്കേറ്റിങ്ങിനായിട്ട്. ആദ്യം കുറച്ച് നേരം വീണുന്നുണ്ടെന്നുണ്ടെങ്കിലും പിന്നെ അത് ശീലമായി. അങ്ങനെ ഒരു 2 വട്ടം വീണപ്പോഴേക്ക് നമുക്ക് ഏതാണ്ടൊക്കെ ഒന്ന് ബാലൻസ് ശരിയായി തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ ഞാൻ മുന്നേ സ്കേറ്റിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നു നാട്ടിലുള്ള സമയത്ത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര എളുപ്പമായിരുന്നു, വലിയ ഇഷ്യൂ ഉണ്ടായിരുന്നില്ല ചെയ്യാനായിട്ട്. അങ്ങനെ ഞാനും സഞ്ജയും കൂടെ ഏകദേശം ഒരു 1 അവറിനടുത്ത് നമ്മൾ അവിടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്തു. സത്യം പറഞ്ഞാൽ നമുക്ക് 10 പൗണ്ട് നമ്മൾ വേസ്റ്റ് ചെയ്ത് നമുക്ക് വൃത്തിയായിട്ട് തന്നെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് അത്യാവശ്യം എക്സൈറ്റിംഗ് ആയിരുന്നു നമുക്ക് ഈ ഐസ് സ്കേറ്റിംഗ് എന്ന് പറഞ്ഞൊരു എക്സ്പീരിയൻസ്. അങ്ങനെ നമ്മളവിടെ 1 മണിക്കൂറിൻ്റെ ഒരു സെഷനൊക്കെ കഴിഞ്ഞ് നമ്മളിനി ഇറങ്ങാൻ പോവാണ് ഇവിടുന്ന്. അങ്ങനെ നമ്മളൊന്ന് തിരിച്ച് നമ്മുടെ ഷൂ ഒക്കെ കൊണ്ട് കൊടുത്തു. നമ്മുടെ സ്വന്തം ഷൂ നമ്മൾ തിരിച്ച് മേടിച്ചു. ഇനി നമ്മൾ ഇറങ്ങാണ് റൂമിലേക്ക്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് വരുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.